ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇപ്പോൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. അഞ്ചാമത്തെ പാടാണ്. 7 വെയിറ്റേജ്. പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിയറികൾ നമ്മളിങ്ങനെ കാണാപ്പാടാക്കണം എന്നല്ലാതെ കുറേയൊക്കെ ലോജിക്ക് വെച്ചിട്ട് പഠിക്കുന്ന കാര്യമാണ്. അത്യാവശ്യം സ്കോറിംഗ് ആയ ചാപ്റ്ററാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യാതെ ചാപ്റ്ററിലേക്ക് വരാം. എ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. എ കോർഡിനേഷൻ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് എ സെൻട്രൽ മെറ്റൽ ആറ്റം. അത് കൊടുത്തില്ല, ആറ്റം ആൻഡ് ലിഗാൻഡ്. സെൻട്രൽ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ആർ റിട്ടേൺ ടുഗദർ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ഈ എക്സാമ്പിൾ എടുക്കാം. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവും. അത് ആറ്റം തന്നെ മെറ്റൽ തന്നെ ആയിരിക്കണം. അതിപ്പോൾ ക്രോമി ആകാം, അതുപോലെ കോപ്പർ ആകാം, അങ്ങനെ സംഭവങ്ങളുണ്ടാവും. പിന്നെ ഒരു ലിഗാൻഡ് ഉണ്ടാവും. ലിഗാൻഡ് എന്ന് വെച്ചാൽ ഒരു മോളിക്യൂൾ ആയിരിക്കും. അങ്ങനത്തെ മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം ആകാം. ആ സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും. സ്ക്വയർ ബ്രാക്കറ്റില്ല, വെറും ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിരിക്കും പൊതുവെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ പെയറിനെ, ഒന്നോ എത്രയാണെങ്കിലും വെച്ചാൽ ഒരു ഇലക്ട്രോൺ പെയറിനെ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ബോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ടാവും, പിന്നെ ഒരു ലിഗാൻഡ് ഉണ്ടാവും. ഇങ്ങനെ അത് എത്ര എണ്ണം വേണേലാവാം. ഈ NH3 എന്ന് പറയുന്ന ഒറ്റ മോളിക്യൂൾ, അത് ബ്രാക്കറ്റിൽ നമ്മൾ 6 ടൈംസ് ഇതുണ്ടായി. ഓക്കെ, ആ സംഭവങ്ങളെ രണ്ടിനെയും വെച്ചിട്ട് നമ്മൾ എന്തായിരിക്കും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയത്. ഇത്രയും സംഭവത്തിന് നമ്മൾ കോർഡിനേഷൻ സ്പിയർ എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കോർഡിനേഷൻ സ്പിയർ നോക്കാം. സെൻട്രൽ മെറ്റൽ ആൻഡ് ലിഗാൻഡ്സ് റിട്ടൺ ടുഗദർ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് ഈസ് കോൾഡ് കോർഡിനേഷൻ സ്പിയർ. അതാണ് കോർഡിനേഷൻ സ്പിയർ. അതാണ് നമ്മൾ കണ്ടത്. അതിന് പുറത്ത് ഈ ഒരു സീലുണ്ടോ, അതായത് സ്പീഷീസ് ഔട്ട്സൈഡ് കോർഡിനേഷൻ സ്പിയർ ഈസ് കോൾഡ് അയോണൈസേഷൻ സ്പിയർ. ഇതിനെ കൗണ്ടർ അയോൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ക്ലോറിൻ 2 ആകാം, 3 ആവാം, എത്രയാണെങ്കിലും നമ്മൾ അതിനെ പൊതുവെ ക്ലോറൈഡ് എന്നാ പറയുക. ക്ലോറിൻ ആണെങ്കിൽ അങ്ങനെ ഓരോന്ന് നമ്പർ അവിടെ പ്രസക്തിയില്ല. ക്രോമിയം ഈസ് കോൾഡ് സെൻട്രൽ മെറ്റൽ ആറ്റം. അതായത് ഇവിടെ നോക്കാം, ക്രോമിയം എന്ന് പറയുന്നത് ഓക്കെ മെറ്റൽ ആറ്റാണ്, സെൻട്രൽ മെറ്റൽ ആറ്റം. ഇനി അമോണിയ ഈസ് ലിഗാൻഡ്. ഇവിടെ അമോണിയ ലിഗാൻഡാണ്, NH3 ലിഗാൻഡാണ്. ഇവിടെ അയോണൈസേഷൻ സ്പിയറിൻ്റെ പുറത്ത് ക്ലോറൈഡ് ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അങ്ങനെയാണ് ഒരു സംഭവത്തിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കുക. പിന്നെ ലിഗാൻഡ്സിനെ പറ്റി ഇതാ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പീഷീസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോൺ പെയർ. ഇലക്ട്രോൺ പെയർ ഒന്നെങ്കിലും ഒരു ഇലക്ട്രോൺ അല്ല കേട്ടോ, ഒരു ഇലക്ട്രോൺ പെയറിനെങ്കിലും ഇതിന് കൊടുക്കാൻ കഴിയുന്നതാണ് ലിഗാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് എ മോണോദെൻഡേറ്റ് ലിഗാൻഡ്? ഈ ലിഗാൻഡ് തന്നെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോണോദെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയാം? എ ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ഓൺലി 1 പെയർ ഓഫ് ഇലക്ട്രോൺ. ഓൺലി 1 ഇലക്ട്രോൺ പെയർ, അതന്നെ ഓൺലി 1 ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യുന്ന സംഭവിക്കുന്ന കാര്യങ്ങളാണ് ലിഗാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്നേ അത് ഡൊണേറ്റ് ചെയ്യുന്നുള്ളൂ, രണ്ടൊന്നും അല്ല. ഓക്കെ, നല്ല എക്സാമ്പിൾ പഠിക്കണം. H2 ഉണ്ട്, പിന്നെ അമോണിയ NH3 ഉണ്ട്, പിന്നെ Cn- ഉണ്ട്. ഓക്കെ, ഇത് അയോണാണ്, അയോണുകളായിരിക്കും. അപ്പോൾ ആ സംഭവങ്ങളെയാണ് എന്ത് പറയുക, മോണോദെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുക. ഓക്കെ, എക്സാമ്പിൾ അതിൻ്റെ ജസ്റ്റ് ആ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ജസ്റ്റ് ആ പഠിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള എല്ലാം എളുപ്പമായിരിക്കും. നോക്കിയോ, വാട്ട്സ് എ പോളിദെൻഡേറ്റ് ലിഗാൻഡ്. പോളിദെൻഡേറ്റ് ലിഗാൻഡ് ഇത് വെച്ച് പറയാനേ ഉള്ളൂ. ഓക്കെ, എ ലിഗാൻഡ്, സ്പെല്ലിംഗ് ഒന്ന് റെഡി ആക്കട്ടെ. എ ലിഗാൻഡ് വിച്ച് ക്യാൻ ഡൊണേറ്റ് മോർ ദാൻ 1 ഇലക്ട്രോൺ പെയർ. ഒന്നിലധികം ഇലക്ട്രോൺ പെയറിന് ഡൊണേറ്റ് ചെയ്യുന്ന സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. EDTA എന്ന് പഠിച്ചാൽ മതി, എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ്. ഓക്കെ, ഫുൾ പേര് പഠിച്ചില്ലെങ്കിൽ EDTA എന്നെങ്കിലും പഠിക്കുക. 6 ആണ് ഇതിൻ്റെ ലിഗാൻഡ്. എത്രയാണ് കൊടുക്കാൻ കഴിയുന്ന ഡെൻസിറ്റി നമ്മൾ പറയാം, അതിലേക്ക് വരാം. ഓക്കെ, അടുത്തത് ബൈദന്തേറ്റ്. ബൈദന്തേറ്റ് പേരായിട്ട് അറിയാലോ, ഡൊണേറ്റ് 2 ഇലക്ട്രോൺ പെയർസ്. ഓക്കെ, അപ്പോൾ C2O4 ഓക്സലേറ്റ് അയോൺ ആണ്, 2- ആണ്. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ എഥിലിൻ ഡയമീൻ ആണ് അതിനൊരു എക്സാമ്പിൾ. ഇത് എഥിലിൻ ഡയമീൻ ടെട്രാ അസറ്റേറ്റ് ആണ്, അത് മറ്റൊരു ഒന്ന്. ഇതിന് 2 ഇതിൻ്റെ 2 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. ഹെക്സാദന്ത്, ഇതല്ലേ നമ്മളെ സംഭവം. ഇത് ഇവിടെ അല്ല വേണ്ട, അതാണ് മേലെ എഴുതിയിട്ടില്ല. ഓക്കെ, അത് പോളിദന്തേറ്റിൻ്റെ കൂടെ ഇത് പഠിച്ചാൽ മതി. ശരി, ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തത് ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് ലിഗാൻഡ്. ഓക്കെ, അതൊന്ന് നന്നായിട്ട് നോക്കേണ്ട സംഭവമാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണോ ആണോ ഡൈ ആണോ നമ്മൾ പഠിച്ചില്ലേ, അങ്ങനെയാണ് ഇനി എളുപ്പം. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഡൊണേറ്റഡ് ബൈ 1 ലിഗാൻഡ് സ്പീഷീസ്. എത്രയാണോ ഇടുന്നത് അതാണ് അതിൻ്റെ ഡെൻസിറ്റി. ഇപ്പോൾ മോണോ എന്ന് പറയുന്നത് അതൊന്നാണ് അതിൻ്റെ ഡെൻസിറ്റി. പോളിദന്തേറ്റ് പലതാണ്, അത് നോക്കണ്ട. ബൈദന്തേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. ട്രൈദന്തേറ്റ് എന്ന് പറഞ്ഞാൽ അതോ 3 ആണ്. അങ്ങനെ പഠിച്ചാൽ മതി. അതാണ് ഡെൻസിറ്റി ഓഫ് എ ലിഗാൻഡ്. ശരി, ഇനി ഡിഫൈൻ കോർഡിനേഷൻ നമ്പർ. ഓക്കെ, നമ്പർ ഓഫ് മോണോദെൻഡേറ്റ് ലിഗാൻഡ് അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ മെറ്റൽ ആറ്റം. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എത്ര ലിഗാൻഡുകൾ ഈ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. ഈ കേസിൽ അത് 6 ആണ്. ഓക്കെ, 6 അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതിന് നമുക്ക് 6 എന്ന് പറയാം. അതാണ് കോർഡിനേഷൻ നമ്പർ. ഓക്കെ, അതിപ്പോൾ വ്യത്യാസം അനുസരിച്ച് വ്യത്യാസം ഇവിടെ സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് നമ്പർ ഓഫ് മോണോദെന്തേറ്റ്. കാരണം ഡൈദന്തേറ്റും ട്രൈദന്തേറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വ്യത്യാസം വരും. തൽക്കാലം അത് എത്ര നമ്പർ ആണോ എന്ന് അതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ഡിഫൈൻ ഹോമോലെപ്റ്റിക് ആൻഡ് ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സസ്. എന്ന് വെച്ചാൽ നമ്മൾ പണ്ടേ പഠിക്കുന്നതല്ലോ, ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് എന്ന് പഠിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാവും. ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്ൻസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ഒറ്റ ടൈപ്പ് ഓഫ് ലിഗാൻഡേ ഉള്ളൂ. അത് എത്ര വേണമെങ്കിലും ആവാം. ഇതിൽ CO, അതായത് കൊബാൾട്ടിൻ്റെ കൂടെ H2O, വാട്ടർ അക്വ, അത് അടങ്ങിയിട്ടുണ്ട് 6. ഓക്കെ, അതല്ലാതെ വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിൽ, കോർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിൽ? ഇല്ലല്ലോ. അപ്പോൾ അതാണ് എന്ത് പറയുക, ഹോമോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓൺലി 1 ടൈപ്പ് ഓഫ് ലിഗാൻഡ്. ശരി, ഇനി ഹെറ്ററോലെപ്റ്റിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് തന്നെ അതിൻ്റെ കൂടെ
വേറെ ആൾക്കാരും ഉണ്ടാവും. കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ലിഗാൻഡ്സ്, അതിന് നമ്മൾ എന്ത് പറയുന്നത്, ഹെട്രോലെപ്റ്റിക് ലിഗാൻഡ്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക, ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും. അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചില്ലെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് ഹോമോ ഏതാ ഹെട്രോ ഏതാന്ന് പറയാൻ കഴിയണം. ഇനി ഡിഫൈൻ ദ കീലേറ്റ് ലിഗാൻഡ് ഉണ്ട്, കീലേറ്റ് കോംപ്ലക്സ് ഉണ്ട്, കീലേറ്റ് അയോൺ ഉണ്ട്, കീലേറ്റ് എഫക്റ്റ് ഉണ്ട്. ഇത് കീലേറ്റ് എന്ന ഒറ്റ വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്താണെന്ന് കിട്ടിക്കോളും. നോക്കാം, കീലേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ പോളിഡെന്തൽ ലിഗാൻഡ് വിച്ച് ക്യാൻ ഫോം റിംഗ് സ്ട്രക്ചേർഡ് കോംപ്ലക്സസ്. റിംഗ് ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, കീലേറ്റ് ലിഗാൻഡ്സ് എന്ന് പറയുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു എക്സാമ്പിളാണ്, കാരണം ഇത് റിംഗ് ടൈപ്പ് ഓഫ് ഉണ്ടായിട്ടുണ്ട്, സെൻട്രൽ മെറ്റൽ ആറ്റാണ്, അതിലേക്ക് ഇങ്ങനത്തെ ലിഗാൻഡുകൾ ചേർന്നിട്ട് ഒരു റിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേലേക്ക് തന്നെ വരാം. ശരി, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ കീലേറ്റ് ലിഗാൻഡ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ ഇനി എന്താ കീലേറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത്, റിംഗ് സ്ട്രക്ചേർഡ് കോംപ്ലക്സസ്. പിന്നെ കീലേറ്റ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് റിംഗ് സ്ട്രക്ചർ. എഫക്റ്റ് എന്ന് പറയുന്നത് അത് തന്നെ, അതൊന്നും പഠിച്ചില്ലെങ്കിലും ഈ കീലേറ്റ് എന്ന് പറയുന്നത് ഇതാ റിംഗ് സ്ട്രക്ചേർഡ് കോംപ്ലക്സ് അഥവാ ഫോം റിംഗ് സ്ട്രക്ചേർഡ് കോംപ്ലക്സ് എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാലും കീലേറ്റ് എന്താണെന്നുള്ളതായി. കീലേറ്റ് എന്ന് ചോദിച്ചാൽ അത് എഴുതിയാൽ മതി, ധാരാളം. ഇനി കുറച്ച് ഐസോമെറിസത്തിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, എന്താണ് ഡിസ്കസ് സ്ട്രക്ചറൽ ഐസോമെറിസം ഇൻ കോംപ്ലക്സസ്. കുറച്ച് ഐസോമെറിസം ഉണ്ടാവുന്നുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ സ്ട്രക്ചർ ഐസോമെറിസം അത് നോക്കാം. അത് 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഓഫ് ലിഗാൻഡ്. ഈ ലിഗാൻഡിന്റെ അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയുള്ളത്, ആ ഒരു സ്ട്രക്ചർ വരുന്ന വ്യത്യാസം. ഓക്കെ, അയോണൈസേഷൻ ഐസോമെറിസം അതൊരു എക്സാമ്പിൾ. ഓക്കെ, അതെന്താ നോക്കാം. എന്ന് വെച്ചാൽ ഗിവ് ഡിഫറെൻറ്റ് അയോൺസ് ഇൻ സൊല്യൂഷൻ. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ലിഗാൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ടിനെ വെള്ളത്തിലും ഇട്ട് സൊല്യൂഷൻ ആക്കി കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ, അത് അയോൺസ് തരുന്നത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ തരുന്നത് അതായത് ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ളത് മൊത്തം ഒരു അയോണോ, ഉള്ളിലുള്ളത് മൊത്തത്തിലൊരു അയോണായി മാറും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ഒന്ന് എടുത്ത് നോക്കി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ SO4 ഇല്ലേ, അതിനെ ഇവിടെ ഉള്ളിലോട്ട് എടുത്ത് ഇവിടെ Br പുറത്താക്കി. അപ്പോൾ ഇതിനെ ഞാൻ വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത്രയും കോർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ മുഴുവൻ ഒരു അയോണ്, SO4 വേറൊരു അയോണ് കിട്ടും അല്ലേ. ഈ സംഭവത്തിലോ ഇത് മുഴുവൻ ഒരു അയോണ്, ഇത് വേറൊരു അയോണ്. അപ്പോൾ ഡിഫറെൻറ്റ് അയോണിനെ കിട്ടിയില്ലേ ഈ കേസിൽ. അതുകൊണ്ടാണ് അയോണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഇങ്ങോട്ട് മാറ്റിയതിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന അയോൺസിൽ വ്യത്യാസം വന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് മാത്രമേ മാറിയിട്ടുള്ളൂ, ഫോർമുലയൊക്കെ സെയിം തന്നെയാണ്, കാരണം ഒരേ ആൾക്കാർ തന്നെയുള്ളത്. എന്നാലും അയോൺ മാറി, അതുകൊണ്ട് അയോണൈസേഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നു. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലിങ്കേജ് ഐസോമേഴ്സത്തിലേക്ക് പോകാം. ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് പറയുന്നത് അതിന് മുമ്പ് ആംബിതെന്തേറ്റ് ലിഗാൻഡിനെ പറ്റി ഒന്ന് പറയണം. അത് ഞാൻ നേരത്തെ ഇട്ടില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ പറഞ്ഞുതരാം. ആംബിതെന്തേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാൻഡ് that can bind to a central metal atom through different atoms but only one at a time. അതായത് ഒന്നിൽ തന്നെ പലതരം ആറ്റങ്ങളുമായിട്ട് ഈ സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ഇതിന് ബോണ്ട് ഫോം ചെയ്യാം. പക്ഷേ 1 at a time, ഒരെണ്ണേ ഒരു സമയത്ത് ഉപയോഗിക്കുള്ളൂ. മൾട്ടിപ്പിൾ സാധനം ഒരേ സമയത്ത് ഉപയോഗിക്കില്ല. 1 at a time ഉപയോഗിക്കുന്ന സംഭവമാണ് ആംബിതെന്തേറ്റ് ലിഗാൻഡ്. ഇതിന് എക്സാമ്പിൾ ഞാൻ ഇട്ടുതരാം. NO2ൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനൊന്നെങ്കിൽ ഈ N വെച്ചിട്ട് ഒരു ഇത് ലിഗാൻഡ് കൊടുക്കാം. ഇതൊരു മോണോതെന്തേറ്റ് ആട്ടോ. മോണോതെന്തേറ്റ് എന്ന് പറയുന്നത് 1 at a time യൂസ് ചെയ്യുന്ന പറയുന്നത് അത് ഒരെണ്ണേ ഒരു സമയം കൊടുക്കുള്ളൂ. അപ്പോൾ N വെച്ചിട്ട് ഒന്നെങ്കിൽ ഇലക്ട്രോൺ ബേൺസ് കൊടുത്തിട്ട് N വെച്ചിട്ട് ബൈൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 O ഉണ്ടല്ലോ അതിൽ ഒരു O കൊടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു O കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ONA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അല്ലാത്ത സമയത്ത് NO2 തന്നെ, N കൊടുക്കുമ്പോൾ NO2ഉം മറ്റേ O കൊടുക്കുമ്പോൾ ONA എന്നും പറയും. ഓക്കെ, അത് മനസ്സിലായല്ലോ. അത് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിൾ ആലോചിക്കട്ടെ. കിട്ടി. തയോസൈനേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ SCN. ഓക്കെ, പഠിച്ചു വെക്കുക, SCN. ഇതിന് ഒന്നെങ്കിൽ S വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ N വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ S വെച്ചിട്ട് ചെയ്യുന്നത് നമ്മൾ SCN തന്നെ എഴുതും, N വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ NCN എന്ന് പറയും, NCS എന്ന് എഴുതും. ഓക്കെ, ഓർഡർ ഏതാണോ ആദ്യം വരുന്നത് അതങ്ങ് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് ആംബിതെന്തേറ്റ് ലിഗാൻഡ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പറയണമെങ്കിൽ ആംബിതെന്തേറ്റ് ലിഗാൻഡ് എന്താണെന്ന് അറിയണം, അതുകൊണ്ട് അത് പറഞ്ഞു. ലിങ്കേജ് ഐസോമെറിസം. കോംപ്ലക്സ് വിത്ത് ആംബിതെന്തേറ്റ് ലിഗാൻഡ് ഷോ ലിങ്കേജ് ഐസോമെറിസം. ദേ ഡിഫറെൻറ്റ് ലിങ്കേജ് ബിറ്റ്വീൻ സെൻട്രൽ മെറ്റൽ ലിഗാൻഡ്. അതായത് ഈ ഒരു കേസ് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ആംബിതെന്തേറ്റ് ലിഗാൻഡ് ഇവിടെ കാണുന്നില്ല, NO2. അത് 3 times ഉണ്ട്, അതൊന്നും വിഷയമല്ല. അപ്പോൾ കൊബാൾട്ടോ ആയിട്ട് ഫസ്റ്റ് N വെച്ചിട്ടാണ് അത് ബോണ്ട് ചെയ്തത്. ഇതേ സംഭവം വേറെ ഒന്നിലും വ്യത്യാസമില്ലേ. അടുത്തതിൽ അത് O വെച്ചിട്ട് ബോണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വേറെ ഇതായി എന്ന് വെച്ചാൽ മോളിക്കുലർ ഫോമിലൊന്നും ഒരു വ്യത്യാസമില്ല, സ്ട്രക്ചറിൽ മാത്രമുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇതിനെ ലിങ്കേജ് ഐസോമെറിസം എന്ന് പറയുന്നു. അപ്പോൾ ആംബിതെന്തേറ്റ് ലിഗാൻഡ് വരുന്ന ആംബിതെന്തേറ്റ് ലിഗാൻഡായിട്ട് വരുന്ന കോർഡിനേഷൻ കോമ്പൗണ്ടിൽ മാത്രമേ ലിങ്കേജ് ഐസോമെറിസം പോസിബിൾ ആകുള്ളൂ. അത് മനസ്സിലാക്കുക. ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്തെന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ shown by compounds in which both cations and anions are complexes formed by interchange of ligands between cations and anions. എന്ന് വെച്ചാൽ രണ്ടും എന്തായിരിക്കണം, ഇത് കാറ്റോൺ ആണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ പുറത്തൊരു കൗണ്ടർ അയോൺസ് ഉണ്ടല്ലോ, കൗണ്ടർ അയോൺസ്. അപ്പോൾ ആ സംഭവം ഇതിപ്പോൾ കൗണ്ടർ അയോൺസ് രണ്ട് സംഭവം കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെയാണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, രണ്ടും എന്താണ്
കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെയാണ്, അത് കോർഡിനേഷൻ സ്പിയറിൻ്റെ ഉള്ളിലല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ, ഇവിടെ ഞാൻ ഈ ഒരു ലിഗാൻസിനെ അതവിടെ സെയിം ആക്കി വെച്ചിട്ട് മറ്റേ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. അതായത് CO ഇവിടെ CR ഇവിടെ. അപ്പോൾ എന്തായി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതാണ് കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറയുന്നത്, ഇൻ്റർചേഞ്ച് ഓഫ് ലിഗാൻസ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ അത് ലയിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം കാണിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പറയാം ലിഗാൻഡ് അവിടെ വെച്ചിട്ട് ഈ സെൻട്രൽ മെറ്റൽ ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി, അല്ലെ സെൻട്രൽ മെറ്റൽ ആറ്റം അവിടെ തന്നെ വെച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി. അങ്ങനെയാണല്ലോ, തിരിച്ചെഴുതിയെന്നല്ലേ ഉള്ളൂ. അതാണ് കോർഡിനേഷൻ ഐസോമർസ്. അടുത്ത ഹൈഡ്രേറ്റ് ഐസോമർസ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ പഠിച്ച അയോണൈസേഷൻ ഐസോമർസായിട്ട് നല്ല ബന്ധമുണ്ട്. ഡിഫറെൻറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് കോർഡിനേഷൻ സ്പിയർ. അത് നേരത്തെ നമ്മൾ പുറത്തും അകത്തുള്ള സംഭവം പറഞ്ഞല്ലോ, ആ കേസിൽ ഇവിടെ വാട്ടർ ആണെങ്കിൽ അതിന് നമുക്ക് ഹൈഡ്രേറ്റ് ഐസോമർസ് എന്ന് പറയാം. ഇവിടെ കണ്ടോ, ഇവിടെ വെള്ളത്തിൻ്റെ അളവിൽ പുറത്തും അകത്തുള്ള വ്യത്യാസമില്ല. ഇവിടെ 2 മോളിക്യൂൾ ഉണ്ടായിരുന്നു, പിന്നെ അത് അകത്ത് കയറി ഇവിടെ 5 ഇപ്പുറത്ത് ഇവിടെ 1 ഉള്ളൂ. അങ്ങനെ ഹൈഡ്രേറ്റ് ഐസോമർസ് എന്ന് പറയുന്നത് ഈ ഡിഫറൻസ് ഇൻ നമ്പർ ഓഫ് അക്വ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതാണ് ഇത്രയും പറഞ്ഞെന്ന് പറയുന്നത് ഐസോമർസം ഓഫ് കോംപ്ലക്സ് സ്ട്രക്ചറൽ ഐസോമർസ് ഇത്രയും നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് ജിയോമെട്രിക്കൽ ഐസോമർസ് ആണ്. ജിയോമെട്രിക്കൽ ഐസോമർസം അത് 2 പ്രധാനമുള്ളത്, പിന്നെ 2 ഉണ്ട്, അതത്ര പ്രധാനമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ജിയോമെട്രിക്കൽ ഐസോമർസത്തിൽ പ്രധാനം സിസ് ഐസോമറും ട്രാൻസ് ഐസോമറാണ്. ഒരുപാട് പേർക്ക് അറിയുന്നൊരു സംഭവം. കാരണം സിസ് എന്ന് പറയുന്നത് ഐസോമർസ് ഇൻ വിച്ച് ഐഡന്റിക്കൽ ലിഗാൻസ് ആർ ഓൺ ദ സെയിം സൈഡ്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണല്ലോ സംഭവം ഉണ്ടാവും. നമ്മൾ ഇതാണ് ഇപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് നമ്മൾ എഴുതല്ലാണ്ട് ഇങ്ങനെ വരച്ചു കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, 2 NH3 അടുത്തടുത്ത് കണ്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവത്തിന് എന്ത് പറയാം, സിസ് എന്ന് പറയാം, സിസ്. ഓക്കെ, അങ്ങനെ ഇതിന് 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത 2 ഉറപ്പായി എടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്തായി, അതും സിസ്. 2 സിസ് എന്നൊന്നും എഴുതണ്ട, സിസ് ആയിരിക്കും. പിന്നെ ഈ NH3 ഇവിടെ ആയിരുന്നെങ്കിലോ, എന്നാലും സിസ് തന്നെ, ഇതിൻ്റെ തൊട്ടടുത്തല്ലേ. ട്രാൻസ് ആവുന്ന ഒരേ ഒരു കേസ് ഓപ്പോസിറ്റ് ആകുമ്പോൾ മാത്രമാണ്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഇത് തന്നെ കേട്ടോ, NH3 ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലേ, ഞാനത് റെഡിയാക്കി തരാം. NH3 തന്നെ. ഓക്കെ, അങ്ങനെ അകലെ വരുന്ന സംഭവം എന്ന് പറയുന്നത് ട്രാൻസ് ഐസോമറാണ്. 2 അകന്നു കഴിഞ്ഞാൽ ഇതും അകന്നു പോകും. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ് ഐസോമർ. അപ്പോൾ സിസ് ഏതാ ട്രാൻസ് ഏതാ പരീക്ഷയ്ക്ക് മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ മറ്റേതോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സിസ് ഏതാ ട്രാൻസ് ഏതാ എന്ന് എഴുതാൻ കഴിയണം. മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്തത് മെർഫാക് ഐസോമർ ആണ്, അതായത് ഫേഷ്യൽ ആൻഡ് മെറിഡിനൽ ഐസോമർ ആണ്. ഇത് അധികം കാര്യമായിട്ട് നോക്കണ്ട, പക്ഷേ ഇത് നന്നായിട്ട് നോക്കണേ, ഇത് നന്നായിട്ട് നോക്കുക. ഓക്കെ, സിസ് ട്രാൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ജിയോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ അടുത്ത ടൈപ്പായിട്ടുള്ള ഈ മെർഫാക് ഐസോമർസം എന്താണെന്നുള്ള ഡെഫിനിഷൻ മാത്രം അറിഞ്ഞു വെക്കുക. എന്ന് വെച്ചാൽ ഞാനിത് കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ കാണുന്നില്ലേ? ഇപ്പോൾ ആദ്യം തന്നെ അറിയില്ല, ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്താണെന്ന് ആദ്യം പഠിക്കണം. ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ 3 ആക്സസിൽ ഞാൻ വെച്ചു എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇതിനാണ് ഒക്ടാഹെഡ്രൽ ഷേപ്പ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ 6 ഉണ്ടാവും, കാരണം ഇതിപ്പോൾ 1 2 വീതം 3 6 ഉണ്ടാവും. അപ്പോൾ ഈ 3 മൂലയ്ക്കും ഞാൻ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെന്തായി, അത് ഒരു ഫേസിലായി അല്ലേ, കാണുന്നില്ലേ, ഒരു ഫേസിലായി. അതേസമയം ഇവിടെ ഒന്ന് ഇവിടെ ഒന്നൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി, അതൊരു ഇതായി മെറിഡിനിലായി. അത് ഇതിലേക്ക് ഞാൻ കാണിച്ചു തരാം. യെസ്, സംഭവത്തിലേ ഉള്ളൂ, ഇതാ ഞാൻ കാണിച്ചത്. അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരേപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു ഫേസിൽ ആകുന്ന തരത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ് കിട്ടൂലേ. കാരണം ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ആ ഒരു ആക്സസുമായിട്ടും ഊഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ 2 വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വരയിൽ വരുമല്ലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എന്നാ പറയുക, ഞാൻ വരാം. ഇങ്ങനത്തെ സംഭവത്തിനെയാണ് ഫേഷ്യൽ ഐസോമർ എന്ന് പറയുന്നത്. കണ്ടോ, ഫാക്ക് ഐസോമർ. ഇതെല്ലാം ഒരേ ഇത്, ഒരെണ്ണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഓക്കെ, അതൊക്കെ ഫേസിൽ വരുന്ന സംഭവം. ഇനി ഈ കേസ് നോക്കി, ഇവിടെ ക്ലോറിൻ്റെ അവസ്ഥ എന്താ, ക്ലോറിൻ ഇത് കണ്ടോ, ആ ഒരു മെറിഡിനിലാണ് വരുന്നത്. ഭൂമിൻ്റെ മെറിഡിൻ എന്നൊക്കെ പറയുന്ന പോലെ മെറിഡിനിലാണ് അത് വരുന്നത്. അതുകൊണ്ട് അതിനെ മെർ ഐസോമർ എന്നത്, മറ്റേത് ഫേസ് ഐസോമർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചിത്രം തന്നിട്ട് സിമ്പിളായിട്ട് ഈ ചിത്രം തന്നിട്ട് ഇതിന് ഏതാണ് മെർ ഏതാണ് ഫാക്ട് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, അതിലൊരു ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് കിടക്കാം. ഇനി വെർണർ തിയറി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ VSEPR തിയറി പഠിച്ചിട്ടുണ്ടാവും, വാലൻസ് ബോണ്ടോ അങ്ങനത്തെ കുറേ തിയറി പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ പഠിക്കേണ്ട ഒരു സംഭവമാണ് വെർണർ തിയറി. അതിൽ ആകെ കുറച്ചെണ്ണേ ഉള്ളൂ, അത് നമുക്ക് എളുപ്പം പഠിക്കാനേ ഉള്ളൂ. ഇതിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ മെറ്റൽ ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട് ഹാസ് 2 ടൈപ്സ് ഓഫ് വാലൻസി, പ്രൈമറി, സെക്കൻഡറി. എന്ന് വെച്ചാൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 2 ടൈപ്പുള്ള വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി.
ഇപ്പോൾ പ്രൈമറി വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ സെൻട്രൽ മെറ്റലാണ്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് കോർഡിനേഷൻ നമ്പറാണ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒറ്റ പോയിന്റ് ആക്കി പറയാനേ ഉള്ളൂ. അത് രണ്ടാക്കി നമുക്ക് ഉപകാരമായി. ഒരേ സാധനം രണ്ടാക്കി പറഞ്ഞാൽ അത്രയും മാർക്കായല്ലോ. ഇപ്പോൾ പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസി ഉണ്ട്. എന്താണ് പ്രൈമറി വാലൻസി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. ഇതിൻ്റെ പ്രൈമറി വാലൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേഷൻ പോട്ടെ, മറ്റേ നമ്പർ തന്നെയാണ്, ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ് ഇതിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ച് വരുമ്പോൾ ഇതൊരു 3+ എന്ന് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കണ്ട, അത് ഒരു വലിയ ഇതിപ്പോൾ ഇത് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യം പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് ലിഗാൻഡിൻ്റെ ചാർജ് എല്ലാം വെച്ചിട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് 3+ ആണ്, അത് നോക്കണ്ട. പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ തലയിൽ വരുന്ന ഇതെന്താണോ ഓക്സിഡേഷൻ നമ്പർ എന്താണോ അത്. സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പറാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നറിയാമല്ലോ, എത്ര എണ്ണം ഇങ്ങനത്തെ ലിഗാൻഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 6 എണ്ണമാണ്, ഇത് മോണോസിൻ്റെയാണ്. അപ്പോൾ 6 എണ്ണം ഉണ്ട്. അപ്പോൾ 6 എണ്ണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈമറി വാലൻസി ഇവിടെ ക്രോമിയത്തിൻ്റെ നോക്കുമ്പോൾ അത് 3 ആണ്. ഇവിടെ മാത്രമേ, അതുപോലെ സെക്കൻഡറി വാലൻസി കണ്ടറിയാം 6 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡറി വാലൻസി 6 ആണ്. ഇനി മൂന്നാമത്തെ പറയുന്നത് ഷേപ്പ് ഓഫ് ദ കോംപ്ലക്സ് കോമ്പൗണ്ട് ഓൺ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ 4 ആകുന്ന കേസിൽ ടെട്രാഹെഡ്രലോ സ്ക്വയർ പ്ലാനറോ ആണ് അതിൻ്റെ ഷേപ്പ്. ടെട്രാഹെഡ്രൽ എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതായത് ഇതാണ്, ഇങ്ങനെ എടുത്താൽ മതി, ഒരെണ്ണം മേലെ പിന്നെ 3 എണ്ണം താഴെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. 3 ഡയമെൻഷനിൽ വേറെ ടൈപ്പ് തന്നെയാണത്, പക്ഷെ നമ്മൾ കാണിക്കുക എങ്ങനെയായിരുന്നു. ഇതാണ് എന്താ പറയുക, ടെട്രാഹെഡ്രൽ എന്ന് പറയുന്ന ഷേപ്പ്. യെസ്, അത് മനസ്സിലായല്ലോ. ഇനി സ്ക്വയർ പ്ലാനാർ എന്ന് പറഞ്ഞ ഷേപ്പ് അത് കുറച്ചുകൂടി എളുപ്പമാണ്. അതൊരു പ്ലെയിനിൽ എല്ലാം കൂടി നിൽക്കുന്ന പോലെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ സി ആണെങ്കിൽ ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, ഇവിടെ ഒരു 6, എല്ലാവരും ഒരേ ഒരു പ്ലെയിനിൽ വരുന്നത്. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ചേർത്ത് ഡോട്ടൊക്കെ ഇട്ട് കാണിക്കലുണ്ട്. അതാണ് സ്ക്വയർ പ്ലാനാർ എന്ന് പറയുന്ന ഷേപ്പ്. അപ്പോൾ കൂടുതലായി ഫോക്കസ് ചെയ്യേണ്ട, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ കോർഡിനേഷൻ നമ്പർ 6 ആട്ടോ. 6 ആണെങ്കിൽ അതിന് ഒക്ടാഹെഡ്രൽ ഷേപ്പ് മാത്രമേ ഉള്ളൂ. ഒക്ടാഹെഡ്രൽ ഞാൻ ഓർമ്മയില്ലേ, 3 ബെൻഡ് അങ്ങനെ കാണിക്കുന്ന ഷേപ്പാണ് ഒക്ടാഹെഡ്രൽ. ഓരോന്നും ഓരോ ആക്സസിലുണ്ടാവും. ശരി, ഇനി അടുത്തതെന്ന് പറയുന്ന വാലൻസ് ബോണ്ട് തിയറിയാണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, വെർണർ തിയറി, വാലൻസ് ബോണ്ട് തിയറി, പിന്നെ ഒരു തിയറിയും കൂടി ഉണ്ട്. എവിടെയത്? ഒരു തിയറിയും കൂടി ഉണ്ടാവും. ആ സംഭവങ്ങൾ 3 നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത് നോക്കാം. വാലൻസ് ബോണ്ട് തിയറി പറയുന്നത് VBT, സെൻട്രൽ മെറ്റൽ ഷുഡ് പ്രൊവൈഡ് വേക്കൻറ്റ് ഓർബിറ്റൽ ടു ഫോം കോർഡിനേഷൻ ബോണ്ട്സ്. സെൻട്രൽ ആറ്റം ഉണ്ടല്ലോ, ഏതെണ്ണത്തിൻ്റെ ഉള്ളിലുള്ള അത് വേക്കൻറ്റ് ഓർബിറ്റലിന് കൊടുക്കണം. എന്തിന്? ലിഗാൻസിന് കൊടുക്കണം, കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി. സെൻട്രൽ മെറ്റൽ ആറ്റാണ് അത് ചെയ്യുന്നതെന്നാണ് വാലൻസ് ബോണ്ട് തിയറി വരുന്നത്. നമ്പർ ഓഫ് വേക്കൻറ്റ് ഓർബിറ്റൽ പ്രൊവൈഡർ ഇൻ ദ സെൻട്രൽ മാറ്റർ ഈക്വൽ ടു ഇറ്റ്സ് കോർഡിനേഷൻ നമ്പർ. അതായത് ഇപ്പോൾ 6 ബോണ്ട് ഫോം ചെയ്യണമെന്ന് വിചാരിച്ചോ, അപ്പോൾ 6 വേക്കൻറ്റ് ഓർബിറ്റൽ കൊടുക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 4 എണ്ണാണെന്ന് വെച്ചോ, അപ്പോൾ 4 വേക്കൻറ്റ് ഓർബിറ്റൽ കൊടുക്കണം. എത്ര എണ്ണം കൊടുക്കുന്നു അത്രയും ബോണ്ട് ഫോം ചെയ്യും, അതാണ് എൻ്റെ ഉദ്ദേശം. ഷേപ്പ് ഓഫ് ദ കോംപ്ലക്സ് ഡിപ്പെൻസ് ഹൈബ്രിഡൈസേഷൻ ഓഫ് ദ മെറ്റൽ. ഹൈബ്രിഡൈസേഷനുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മറന്നുപോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് അനുസരിച്ച് അതിൻ്റെ ഷേപ്പ് പഠിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അതൊന്നും പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. കാരണം ഇതിൽ എത്ര എണ്ണം ഉണ്ട് തന്നെയൊക്കെ. എസിൻ്റെ തലയിൽ 1 ആണുള്ളത്, കാരണം ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ 1 ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 3 PU ഒരു എസ്സും, അപ്പോൾ 3 1 4 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ. പക്ഷേ നോക്കണേ, SP3 ആണ് ഇവിടെ. D ഒന്നും ഉദ്ദേശിച്ചില്ലെങ്കിൽ ടെട്രാഹെഡ്രൽ, അതായത് ഈ ഷേപ്പ്. ഇനി DSP2 എന്ന് പറഞ്ഞൊരു ഷേപ്പാണെങ്കിലും ഡിയും കൂടി കടന്നു വന്നിട്ടുണ്ട്. എന്നാലും എണ്ണം കൂട്ടി വെക്കുക, 2 P ഒരു എസ് ഒരു D, അപ്പോൾ 2 3 4 തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഈ കേസിൽ അത് സ്ക്വയർ പ്ലാനറാണ്. സ്ക്വയർ പ്ലാനർ നേരത്തെ കണ്ടത് ഓർമ്മയുണ്ടല്ലോ, അതാണ് സ്ക്വയർ പ്ലാനർ. യെസ്, അപ്പോൾ അതിന് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇങ്ങനെ പഠിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, ഇനി SP3 D2 ഇതിൽ ജസ്റ്റ് നമ്പർ മാത്രം നോക്കിയാൽ 6 ആണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ D വന്നാലും D വന്നില്ലെങ്കിലും Dൻ്റെ നമ്പർ ഒന്നും ഡിപ്പെൻഡ് ചെയ്തില്ല. 3 2 5 6 6 അത് ഒക്ടാഹെഡ്രൽ. ഇവിടെ 6 ആണെങ്കിൽ അത് ഒക്ടാഹെഡ്രൽ. അതിന് Dൻ്റെ ഇതൊന്നും പ്രശ്നമില്ല. ഒക്ടാഹെഡ്രൽ ഷേപ്പ് പുറത്ത് വെക്കുക. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് തിയറി, ഈ 3 തിയറിയാണ് ആകെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. 3 പോയിൻ്റെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, CFT എന്ന് പറയുന്ന സംഭവം. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഈസ് അയോണിക് ഇൻ നേച്ചർ. എന്ന് വെച്ചാൽ മെറ്റൽ ലിഗാൻഡുള്ള ബോണ്ട് ഉണ്ടല്ലോ, അത് അയോണിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ലിഗാൻഡ് D ഓർബിറ്റൽസ് ഓഫ് ദ സെൻട്രൽ മെറ്റൽ സ്പ്ലിറ്റ് അപ് ടു 2 സെറ്റ്സ്, T2G സെറ്റ്, അതുപോലെ EG സെറ്റ്. ഇതിനെ പറ്റി നമുക്കൊരു ഡയഗ്രം ഉണ്ട്, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. അതായത് ഒന്നുമില്ല, ഓർബിറ്റൽ സെൻട്രൽ മെറ്റൽ സ്പ്ലിറ്റ് ചെയ്യുന്നു രണ്ടായിട്ട്. ഇതിനെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒക്കെ പിന്നെ പഠിക്കും. ജസ്റ്റ് അത് രണ്ടും മനസ്സിലാക്കി വെച്ചാൽ മതി. ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ഉണ്ട്, ടെട്രാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഓക്കെ, ഇത് അത്ര കാര്യമായിട്ടൊന്നും പഠിക്കണമെന്നില്ല, 2 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയും മതി. ഇത്രയെങ്കിലും പോയിന്റ് നമ്മൾ എല്ലാ തിയറിയിൽ നിന്നും കൂടി പഠിച്ചു വെക്കുക. ഇനി ഇത് മച്ച് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്ന സംഭവം, കാരണം പഠിക്കാൻ ആകെ ഒറ്റ ലൈനേ ഉള്ളൂ. നല്ല മാർക്കിന് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. സ്പ്ലിറ്റിംഗ് ഓഫ് D ഓർബിറ്റൽസ് ഇൻ ദ സെൻട്രൽ മെറ്റൽ ഇൻ ദ പ്രസൻസ് ഓഫ് ലിഗാൻഡ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്.
അപ്പോൾ അത് ചോദിക്കുകയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ലീ ഓർബിറ്റൽ സെൻട്രൽ മെറ്റാലിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലിഗാൻസ് ഇസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അധികം മാർക്ക് എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു, പക്ഷേ ഉറപ്പായും ചോദിക്കും, അത് സത്യം. ഓക്കെ, ഇനി ഡിഫൈൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ഇൻ എനർജി ബിറ്റ്വീൻ T2G സെറ്റ് ആൻഡ് EG സെറ്റ്. അല്ലെങ്കിൽ ഇതിങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുമല്ലോ, സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ഡിഫറൻസ് എന്നെങ്കിലും ഇംഗ്ലീഷിലോ ഇങ്ങനെയെന്ന് വെച്ചാൽ എഴുതാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി ഇത് ഈ വർഷത്തെ പബ്ലിക്കിൽ ചോദിച്ചതാണ്, പബ്ലിക് എക്സാമിന് ഈ വർഷം ചോദിച്ചതാണ്. അപ്പോൾ അത് ചോദിക്കുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പബ്ലിക് ഇങ്ങനെയല്ലേ, അതെ ചോദിച്ചതാണ്. അതുകൊണ്ട് എന്തായാലും പഠിച്ചേക്കാം, പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കഴിയണമല്ലോ. അപ്പോൾ ഈ സംഭവം ഇതിൻ്റെ അടിയിലുള്ള ഒന്നും കാണാപ്പാടം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നലെ നമുക്കറിയാം ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ഞാൻ പറഞ്ഞാണ് 6 ഓർബിറ്റിൽ, കാരണം ഡിയിൽ 6 ഓർബിറ്റിലാണുള്ളത്. ആ 6 ഓർബിറ്റിൽ എന്താകുന്നു, എനർജി കൂടുന്നു. എനർജി കൂടിയിട്ട് അത് പിന്നെ എനർജി കൂടുമ്പോൾ നിൽക്കാൻ പറ്റാതെ അത് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരെണ്ണം EGയും ഒരെണ്ണം ഇതാണ് EG കേട്ടോ, ഇത് EG ഇത് T2G അങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മേലെ 3 എണ്ണം താഴെ 2 എണ്ണം അങ്ങനെ ടോട്ടൽ 5 എണ്ണം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സൈറ്റേഷൻ ഒക്കെ നടക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മെറ്റീരിയൽസിനും കളറ് കാണിക്കുന്നത്. അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് ഇങ്ങനെയാണെന്നുള്ള ഈ ഒരു പെട്ടികൾ വരയ്ക്കാനെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ T2Gയും ഇവിടെ EGന്നും എഴുതിയാൽ നല്ലതായിരിക്കും. അത് ഞാൻ വരച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ? അല്ല, ഇത് EG തന്നെ അല്ലേ? അതെ, അത് EG തന്നെയാണ്. ഇനി അടുത്തേക്ക് വരാം. വാട്ട് ഇസ് ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാനായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കാർബൺ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള സംഭവമാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. മെറ്റാലിക് എന്ന് പറയുന്നത് മെറ്റലുകൾ ഉള്ള സംഭവത്തിനാണ്. ഓർഗനോ മെറ്റാലിക് എന്ന് പറയുന്നത് രണ്ടും ഉള്ള സംഭവം. അതായത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിൽ CO ആക്ട് ആസ് ലിഗാൻഡ്. CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് തന്നെ, അത് ലിഗാൻഡായിട്ട് ആക്ട് ചെയ്യണം. പിന്നെ ഒരു മെറ്റൽ ഉണ്ടാവുമല്ലോ എന്തായാലും, അപ്പോൾ അത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടായി. ഇതൊരു എക്സാമ്പിൾ അടിച്ചില്ലെങ്കിൽ CO വന്നു കഴിഞ്ഞാൽ അതൊരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടായി. 4 ഓപ്ഷൻ തരും A, B, C. ഇതിൽ ഏതാണ് ഓർഗനോ മെറ്റാലിക് കോമ്പൗണ്ട് എന്നാണ്. അപ്പോൾ CO എന്തിനെങ്കിലും ലിഗാൻഡായി വന്നിട്ടുണ്ടോ ടിക്ക് ചെയ്യുക. ഓക്കെ, ഡിസ്കസ് ദ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈഡ്സ് എന്ന് വെച്ചാൽ അത് കാര്യമായിട്ട് പഠിക്കണമെന്നില്ല, അത് നമുക്ക് കാര്യമായിട്ടില്ല. മറ്റേ കാർബൺ ബോണ്ട് ഹാസ് സിഗ്മ നേച്ചർ ആൻഡ് പൈ നേച്ചർ. സിഗ്മ ബോണ്ട് ഈസ് ബിറ്റ്വീൻ ദ വേക്കൻറ്റ് ഓർബിറ്റൽസ് ആൻഡ് ദ സെൻട്രൽ മെറ്റൽ ഫീൽഡ് വിത്ത്. കാര്യമായിട്ട് പഠിക്കണ്ട, അത്ര പഠിക്കണ്ട. പക്ഷേ അടുത്തെന്താ നോക്കട്ടെ. റൈറ്റ് 2 ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. 2 ആപ്ലിക്കേഷൻസ് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഓക്കെ, 1 ഇൻ മെഡിസിൻ സിസ്പ്ലാറ്റിൻ ഈസ് യൂസ്ഡ് ഇൻ കീമോതെറാപ്പി. ക്യാൻസറിനൊക്കെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സംഭവമാണ് സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന സംഭവം. ബയോളജിക്കൽ സിസ്റ്റം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് അയൺ ആണ്. ഫെറസിൻ്റെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടാണ് നമ്മളെ ബ്ലഡിൽ കാണുന്ന ഹീമോഗ്ലോബിൻ അല്ലേ? അതെ, ക്ലോറോഫിൽ എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിൻ്റെ തോന്നുന്നു. യെസ്, കോർഡിനേഷൻ കോമ്പൗണ്ട് ഓഫ് മഗ്നീഷ്യം. അപ്പോൾ അത്രയും സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൽ. ഈ നോട്ട് അപ്ലോഡ് ചെയ്ത് തരും. അപ്പോൾ ഈ നോട്ട് എന്താക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിൽ ഈ ചുവന്ന ഇട്ടതും വെള്ള ഇട്ടതും കളറിന് അർത്ഥമൊന്നുമില്ല കേട്ടോ, ഉള്ളതെല്ലാം പഠിക്കുക. ഇതിൽ പറയുന്നത് ഒന്നും വേണ്ടാത്തല്ല, അതുകൊണ്ട് ഇതിൽ പറഞ്ഞ എന്താണോ അതെല്ലാം അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കോർഡിനേഷൻ കോമ്പൗണ്ട്. താങ്ക് യു.